ഈ പൊസിഷനിൽ ബ്ലാക്ക് പ്ലെയർ കളിക്കുന്ന മൂവാണ് നൈറ്റ് ടേക്സ് F2. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ളൊരു മൂവാണ്. കാരണം എന്താണ്, ഇവിടെ ഒരു നൈറ്റ് ഈ ഒരു ക്യൂവിനെയും ഈ ഒരു റൂക്കിനെയും ഒരേ സമയം അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നഷ്ടപ്പെടുമെന്ന് വൈറ്റിന് മനസ്സിലായി. എന്നാൽ ഈ ഒരു പൊസിഷനിൽ ഇതൊരു ഫ്രീ നൈറ്റ് സാക്രിഫൈസ് ആണോ? ഈ ഒരു നൈറ്റിനെ എടുത്താൽ എന്ത് സംഭവിക്കും? ഈ നൈറ്റിനെ എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോണത്, ആ കൊടുത്ത നൈറ്റ് അപ്പം തന്നെ തിരിച്ചു കിട്ടാൻ പോകുന്ന പോലെ ക്യൂൻ H4 ചെക്കിൽ ഈ ബിഷപ്പും വേണേൽ നഷ്ടപ്പെടും. ഇനി G3 വെച്ച് ബ്ലോക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ബിഷപ്പ് C5 ചെക്കും വന്നിട്ട് കിങ് G2 പോലത്തെ മൂവ് കഴിഞ്ഞാൽ ക്യൂൻ E4 ചെക്ക്. ഇവിടെ ബ്ലാക്ക് കംപ്ലീറ്റ്ലി വിന്നിങ് ആവും നേരത്തെ തന്നെ. എന്നാൽ അപ്പം ഇത് വൈറ്റ് കാണുന്നു, വൈറ്റ് പ്ലെയർ ഇത് കാണുന്നു. അപ്പം നൈറ്റിനെ എടുക്കുന്ന ഒരു പ്രശ്നമാണ്. കാരണം കൊടുത്ത പീസ് അപ്പം തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്യണം, എന്നാൽ ക്യൂവിനെയോ റൂക്കിനെയോ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ വൈറ്റ് കറക്റ്റായിട്ട് കളിക്കേണ്ടത്? ഇവിടെ വൈറ്റ് കളിക്കുന്ന ഒരു ബ്രില്യൻറ്റും ഒരു ട്രിക്കി ആയിട്ടുള്ള മൂവ് ഉണ്ട്. പക്ഷേ പ്രോബബ്ലി ഇതൊരു ബെസ്റ്റ് മൂവ് ആയിരിക്കില്ല. പക്ഷേ ഇവിടെ ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു മൂവ് ഇവിടെ വൈറ്റ് കളിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് വൈറ്റ് കളിക്കുന്ന ആ ബ്രില്യൻ മൂവിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. അപ്പോൾ ക്യൂവിനെ രക്ഷിക്കണോ റൂക്കിനെ രക്ഷിക്കണോ അതോ വേറെ എന്തെങ്കിലും കളിക്കണോ എന്ന് നിങ്ങൾക്ക് ആലോചിക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും വൈറ്റ് പ്ലെയർ കളിക്കുന്ന ബ്രില്യൻ മൂവിലോട്ട് പോകാം. വൈറ്റ് പ്ലെയർ ജസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ വെറുതെ ഒരു ക്യൂവിനെ കൊടുക്കുകയാണല്ലോ. പക്ഷേ ഈ ക്യൂവിനെ വെട്ടിയെടുത്താൽ എന്ത് സംഭവിക്കും? ക്യൂവിനെ എടുത്തു കഴിഞ്ഞാൽ ബിഷപ്പ് ചെക്ക് ആൻഡ് ആഫ്റ്റർ കിങ് E7 ബിഷപ്പ് G5 ചെക്ക് മേറ്റ് ആണ്. അപ്പോൾ ബ്ലാക്ക് പ്ലെയർ ഇത് കാണുന്നില്ല. ഇങ്ങനെ ഒരു ചെക്ക് മേറ്റിലേക്ക് പോകുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് കോമ്പിനേഷനിലേക്ക് ഈ ഗെയിം കടന്നു പോകുന്നു. അപ്പോൾ ആദ്യം തന്നെ ഈ ബ്ലാക്ക് കളിച്ച നൈറ്റ് ടേക്സ് F2 തന്നെ ഒരു ബ്രില്യൻ മൂവാണ്. എന്നാൽ വൈറ്റ് കളിക്കുന്ന മൂവ് അതിനേക്കാളും ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവ് ജസ്റ്റ് ക്യാസിൽ. അപ്പോൾ ഈ നൈറ്റിനെ രക്ഷിക്കുകയും വേണം. ഈ ക്യൂവിനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കണ്ട പോലെ ഇതുപോലത്തെ ഒരു ചെക്ക് മേറ്റ്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഗെയിംസും പസിൽസും നമുക്ക് ഇനിയും വരുന്ന വീഡിയോകളിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.